ഞാൻ ഈ വിവരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിരിയും, ഇവരുടെ ജീവിതം കുളമാകും, ഈ കുട്ടിയുടെ കാര്യം ആകെ പ്രശ്നമാകും, ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരു കഷ്ടപ്പാട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കൗൺസിലർ അടുത്ത് വന്നതാണ്. പക്ഷെ ആ കൗൺസിലർക്ക് ആ രണ്ട് കുടുംബങ്ങളുടെ ജീവിതം കുളം തോണ്ടുകല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നതാണ് ഇന്നത്തെ നിയമം എന്നാണ് ഞാൻ പറഞ്ഞത്. നമസ്കാരം. മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് നാണം കെട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത, മറ്റ് എന്തെങ്കിലും കള്ളക്കേസിലോ പോക്സോ കേസിലോ പെട്ട് ജയിലിൽ പോകണമെന്ന് ആഗ്രഹമില്ലാത്ത, അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത, മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. അവർ ഇത് മുഴുവനായിട്ട് കാണാൻ വേണം. നിങ്ങളുടെ അഭിപ്രായം ഇതിന്റെ താഴെ കമന്റായിട്ട് എഴുതാൻ വേണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം വേണം. എന്റെ അവയർനെസ് വീഡിയോകളെല്ലാം ഞാനത് ചേർക്കാറുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ട് ഞാൻ 2 വീഡിയോകൾ കൊല്ലം കൊട്ടിയത്തുള്ള ഒരു വനിതയെ കാറിനകത്തിട്ട് ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്ന വാർത്ത ഉണ്ടല്ലോ, അത് സംബന്ധിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള കുറെ ഫോൺ കോളുകളാണ്. ആ ഫോൺ കോളുകൾക്ക് ഓരോ കോളുകൾക്കും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മറുപടി പറയേണ്ട, പകരം ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്ന് ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോ എൻ്റെ ഇതിൽ വന്നത്. 1-2 മണിക്കൂർ മുമ്പ് ഷാജൻ ഇട്ട ഒരു വീഡിയോ ആണ്. നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ആ വീഡിയോ തന്നെ എക്സാമ്പിൾ ആക്കി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതിന് ചെറിയ ചെറിയ പാർട്സുകൾ ഷാജൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് പോക്സോ കേസുകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വേണ്ടാത്ത കേസുകൾ പെട്ട് അകത്ത് പോകുന്നത്, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നൊക്കെ. അപ്പോൾ അവയർനെസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ഷാജനിലേക്ക് പോകാം. 17-കാരി ഗർഭിണിയായി. ആ വിവരം പോലീസിനെ അറിയിക്കാത്തതിന്റെ പേരിൽ അമ്മയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ റദ്ദു ചെയ്തു എന്ന വാർത്തയാണ്. 17-കാരിയായ പെൺകുട്ടി ഗർഭിണിയായി. ആ വിവരം മറച്ചുവെച്ച അമ്മയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തു. ആ കേസ് ഹൈക്കോടതി റദ്ദാക്കി. പോക്സോ കേസ് റദ്ദാക്കി. ഇതാണ് ആ കേസ്. ഇത് പ്രാഥമികമായി ഇത് കേൾക്കുന്ന ആൾക്ക് എന്താ തോന്നുക? ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ഈ അമ്മ കൂട്ടുനിന്നു എന്നാണ്. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്ക് കഥ അങ്ങനെ മെനയുക. കാരണം ഇതൊക്കെ വിധി വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. ഇത് 2021 നടന്ന സംഭവമാണിത്. ഇപ്പോ ഈ 2024 ഈ വിധി വരുമ്പോൾ അതുവരെ ആ അമ്മ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം എത്രയെന്നറിയാലോ. ഒരുപാട് കഥകളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് എടുത്തത്, പോക്സോ രജിസ്റ്റർ ചെയ്തത് ശരിയായ നടപടിയാണ്. അത് പോലീസ് ചെയ്ത നടപടിയെ ഒരിക്കലും തെറ്റായ നടപടിയെന്ന് ഞാൻ പറയില്ല. ബാക്കിയോട് കേൾക്കാം. ഞാൻ വാർത്ത സൂക്ഷ്മമായി വായിച്ചിട്ട് ഞെട്ടിപ്പോയി. ജസ്റ്റിസ് ബദറുദ്ദീനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കുന്ന വൃത്തിയില്ല. ഇത്തരം കേസുകൾ, നിയമവിരുദ്ധമായ കേസുകൾ എടുക്കുമ്പോൾ അത് അപ്പോൾ തന്നെ റദ്ദ് ചെയ്ത് ഹൈക്കോടതി രക്ഷിക്കുന്നില്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇതിന്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ നടക്കണം. മാത്രമല്ല, പോക്സോ കേസിലെ പ്രതി എന്ന പേരുദോഷം ഉണ്ടാവണം. ഇവിടെ എനിക്ക് ഷാജൻ സ്കറിയയ്ക്ക് ഒരു തിരുത്താണ് തരാനുള്ളത്. ഷാജൻ സ്കറിയ ഒരു നിയമം അറിയുന്ന ഒരാളാണ്, വക്കീലാണ്, അഡ്വക്കേറ്റ് ആണ്. അതുപോലെ കൃത്യമായി കാര്യങ്ങൾ അറിയുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് പോലീസ് എടുത്തതെന്ന് പറയരുതായിരുന്നു. അത് ശരിയായ കാര്യമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല, നിയമപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 18 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഈ വിഷയമില്ല. 18 വയസ്സിന് താഴെയുള്ള ഏത് കേസും ഇതിങ്ങനെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കാൻ വേണം. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണം. അത് നിർബന്ധമാണ്. ഉദാഹരണത്തിന്, ഭാര്യയും ഭർത്താവും കൂടി കൗൺസിലിങ്ങിന് പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് 6 മാസം ഗർഭമുണ്ട്. ആ 6 മാസത്തെ ഗർഭമായപ്പോൾ ഇവർക്ക് പേടി, ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് കുറച്ച് പ്രയാസം. അങ്ങനെ ഒന്ന് കൗൺസിലിംഗ് കൊടുക്കാം, ഒരു ധൈര്യമൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഒരു വനിതാ കൗൺസിലറുടെ അടുത്ത് ഈ ഭാര്യയും കൊണ്ട് ഒരു ഭർത്താവ് പോയി എന്ന് കരുതുക. ശ്രദ്ധിക്കുക, 2 കുടുംബങ്ങളും നല്ല ഐക്യത്തിലാണ്. ഭാര്യയും ഭർത്താവും കൂടി വളരെ ഐക്യത്തിലാണ്. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന 2 കുടുംബമാണ്. യാതൊരു പ്രശ്നമില്ലാത്ത വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഒരുവിധ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് അതിനുള്ള ധൈര്യം കൊടുക്കാൻ വേണ്ടി ഒരു കൗൺസിലറെ തേടി നല്ല സെലക്റ്റീവായിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് കൗൺസിലിംഗ് കൊണ്ടുവന്നത്. കൗൺസിലർ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 8 മാസമായി. ഭാര്യയ്ക്ക് ഇപ്പൊ എത്ര മാസമുണ്ട്? 6 മാസം ഗർഭിണിയാണ്. എത്ര വയസ്സായെന്ന് ചോദിച്ചു. വയസ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ ഈ കൗൺസിലർ അവരുടെ മുഖത്തേക്ക് നോക്കി, ദമ്പതികളുടെ മുഖത്തേക്ക് നോക്കി. എന്താ കാര്യം എന്നറിയാം? ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ട് 5 മാസേ ആയിട്ടുള്ളൂ. നോക്കൂ, കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം, ഗർഭിണിയായിട്ട് 6 മാസം ഗർഭിണിയാണ്. 5 മാസം മുമ്പാണ് 18 വയസ്സ് തികഞ്ഞത്. സംതൃപ്തമായി നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല കുടുംബം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കൗൺസിലർ പോലീസിലോ മറ്റ് ഉദ്യോഗസ്ഥരെടുത്തോ മറ്റേ അധികാരമെടുത്തോ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അത് കേസാക്കണം. എന്താ സംഭവിക്കുന്നറിയോ? പിന്നീട്
ഈ കൗൺസിലർ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. പിന്നീട് എന്തെങ്കിലും കേസിൽ ഏതെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ കൗൺസിലിംഗ് ചെയ്യുകയോ ആ സമയത്ത് ഇതിനു മുമ്പ് മറ്റേതെങ്കിലും കൗൺസിലർ അടുത്ത് പോയിട്ടുണ്ടെന്നുള്ള പറയുകയോ ചെയ്താൽ അത് ഈ കൗൺസിലറുടെ പേര് പറഞ്ഞാൽ അന്ന് ഈ കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് 2 കൊല്ലം ശിക്ഷിക്കും. 1 കൊല്ലമാണ് സാധാരണ കിട്ടുന്നത്. ഇപ്പോൾ ഞാനൊക്കെ അധ്യാപന മേഖലയിലും അതുപോലെ കൗൺസിൽ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഞാനാണ് ഇത്തരത്തിൽ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 2 കൊല്ലം കിട്ടും. അതാണ് നിയമം. ആ 2 കൊല്ലം അകത്തു പോയി കിടക്കാൻ മടിച്ചിട്ട് അവർ നേരെ റിപ്പോർട്ട് ചെയ്യും. ഇത് തന്നെയാണ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നറിയോ? ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യും. ആ 2 കുടുംബങ്ങൾ തമ്മിൽ തെറ്റും. കാര്യം ഈ 18 വയസ്സായ പെണ്ണിനെ മറച്ചു വെച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ തെറ്റും. വലിയ പ്രശ്നമായി അവൻ ജയിൽ ശിക്ഷ അനുഭവിക്കും. മാത്രമല്ല ഇതൊക്കെ മറച്ചു വെച്ച ഏതാനും പേരിൽ നേരത്തെ ഈ അമ്മയുടെ പേരിൽ കേസ് വന്നതുപോലെ കേസും വരും. ആകെ തുമ്പില്ലാതാവും. ഇതാണ് നമ്മുടെ നിയമം. അത് മനസ്സിലാക്കി പെരുമാറിയാൽ നല്ലത്. ഇതാണ് നിയമം എന്ന് പറയുമ്പോൾ പോലീസുകാരെടുത്ത കേസ് ഒരു നിയമവിരുദ്ധമായ കേസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പെൺകുട്ടിക്ക് വയറുവേദന വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. പക്ഷെ അമ്മ സ്വാഭാവികമായും അമ്മയും അപ്പനും ആശങ്കപ്പെട്ടു പോകും. 17 വയസ്സുള്ള തന്റെ മകൾ, അവിവാഹിതയായ മകൾ ഗർഭിണിയായാൽ ഏതമ്മയും, അത് എത്ര പുരോഗമനവാദികളാണെങ്കിലും ശരി, എത്ര ഫെമിനിസ്റ്റുകളാണെങ്കിലും ശരി, നമ്മുടെ നാട്ടിൽ ആകെ തകർന്ന് തരിപ്പണമായി പോകും. ശാസ്ത്രീയ പറയുന്നതൊക്കെ ശരിയാണ്. ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞാൽ ഏത് കുടുംബവും തകർന്ന് തരിപ്പണമായി പോകും. സത്യം തന്നെയാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. പിന്നെ ഇരുചെവി അറിയാതെയാണ് നമ്മളെല്ലാം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമം അതിന് അനുവദിക്കുന്നില്ല. അത് എത്തേണ്ടടുത്ത് എല്ലായിടത്തും എത്തിച്ച് നാശമാക്കി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഗർഭം അലസിപ്പിക്കണം, കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കണം, നാട്ടുകാരും അറിയുകയും ചെയ്യരുത്. ഇതാണ് അവരുടെ ശ്രദ്ധ. അങ്ങനെയാണ് ഒരു മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടതെന്നല്ല, അങ്ങനെയാണ് മാതാപിതാക്കൾ ചെയ്യുക. അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ഹോസ്പിറ്റൽ എനിക്കറിയാം. ഇതുപോലെ 17 വയസ്സായ ഒരു പെൺകുട്ടി ഗർഭിണിയായ സമയത്ത് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് 1996 ഒരു പെൺകുട്ടിയെ അവർ നിർത്തി, ഇരുചെവി അറിയാതെ ആ ഹോസ്പിറ്റലിൽ നിർത്തി, അവിടെ നിർത്തി പഠിപ്പിച്ച് എല്ലാ ട്യൂഷൻ എല്ലാ കാര്യങ്ങളും കൊടുത്ത് പ്രസവിച്ച ആ കുട്ടിയെ എടുത്തിട്ട് വിട്ടയച്ച കഥ എനിക്കറിയാം. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കേസാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ മാറി വന്ന ഈ കാലത്ത് അത് എത്ര പേർ സ്വീകരിക്കും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും ഇത്തരത്തിലൊരു സംഭവം വന്നാൽ അബോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് അവർ മെഡിക്കൽ കോളേജിൽ പോയി, ഒരു സ്വകാര്യ ആശുപത്രി പോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സ്വാഭാവികമായും ആശുപത്രി അവരുടെ ഭാഗം സേഫ് ആക്കാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. ഒരുപക്ഷെ ആദ്യം പോയ ആശുപത്രി ആയിരിക്കാം റിപ്പോർട്ട് ചെയ്തത്. അതാണ് സംഭവിച്ചത്. ഷാൻസ്കറി പറഞ്ഞത് തന്നെയാണ് അത് ശരി. ആ ആശുപത്രിക്കാർക്ക് നിലവിലുള്ള പോക്സോ നിയമം വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ 17 വയസ്സായ ഒരു പെൺകുട്ടി അവിടെ വന്ന് ചികിത്സിച്ചാലും ഇല്ലെങ്കിലും, അവർ നോക്കിയാലും ഇല്ലെങ്കിലും അവർ ആ വിവരം അറിഞ്ഞു എന്നതുകൊണ്ട് അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അത് തന്നെയാണ് ഇന്നത്തെ നിയമം അനുസരിച്ച് ചെയ്യേണ്ടത്. അതിന്റെ ഫലം എന്ത് തന്നെയായിരുന്നാലും, ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, ആ കൗൺസിലർക്ക് അറിയാം ഞാൻ ഈ വിവരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിരിയും, ഇവരുടെ ജീവിതം കുളമാകും, ഈ കുട്ടിയുടെ കാര്യം ആകെ പ്രശ്നമാകും, ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരു കഷ്ടപ്പാട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കൗൺസിലർ അടുത്ത് വന്നതാണ്. പക്ഷെ ആ കൗൺസിലർക്ക് ആ 2 കുടുംബങ്ങളുടെ ജീവിതം കുളം തോണ്ടുകല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നതാണ് ഇന്നത്തെ നിയമം എന്നാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ചെറുപ്പക്കാരനെ 1-ാം പ്രതിയും ഈ പെൺകുട്ടിയുടെ അമ്മയെ 2-ാം പ്രതിയുമാക്കി കേസെടുത്തു. ആലോചിച്ച് നോക്കിയേ, തന്റെ മകളുടെ ജീവിതം തകർത്ത ഒരുത്തനാണ് ആ പുരുഷൻ. അവൻ 1-ാം പ്രതിയും അവനോടൊപ്പം ഈ അമ്മ 2-ാം പ്രതിയുമായി പോലീസ് കേസെടുക്കുന്നു. പോലീസ് പറയുന്നത് മകൾ ഗർഭിണിയായ വിവരം പോലീസിനെ അറിയിക്കേണ്ട ബാധ്യത അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ്. എന്തൊരു നിഷ്ഠൂരവും നികൃഷ്ടവുമായ പ്രവൃത്തിയാണ് പോലീസ് ചെയ്തത്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യതയുണ്ട്. അവിടെയാണ് പോലീസ് ഇത്രയും നികൃഷ്ടമായി പെരുമാറി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് പോലീസിനെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. പോലീസിന് ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് പ്രതിയാക്കിയേ പറ്റൂ. പോലീസ് എന്ത് തെറ്റാ ഇവിടെ ചെയ്തത്? പോലീസ് കള്ളക്കേസ് എടുക്കുന്നുണ്ട്, വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്, ഒക്കെ നമുക്കറിയാം. ഷാൻസ്കറി ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഈ അടുത്ത കാലത്ത് വലിയ വാർത്തകൾ ചെയ്തതെന്നാണ് ഒരു ഫ്ളാറ്റിൽ നിന്നൊരു കുട്ടിയെ, പ്രസവിച്ച കുട്ടിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞൊരു കഥ നമ്മൾ കണ്ടതാ. അവർ സ്വാധീനമുള്ളവരും മറ്റുള്ളവരും ആയതുകൊണ്ട് അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് പോലീസ്. ആ വാർത്തയും ഷാൻസ്കറി പറയുന്നുണ്ട്. ശരി, പക്ഷെ ഈ കേസിൽ ഈ പോലീസ് ചെയ്തത് തെറ്റാണ് എന്ന് അത് സൂചിപ്പിക്കുന്നില്ല. ഇവിടെ ശരിക്കും വന്നത് ഈ കേസിൽ എങ്ങനെ മാതാവ് പ്രതിയായി? അവിടെ ആ പെൺകുട്ടിയെ, ആ 17 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള
ഗർഭിണിയാക്കിയ ആ പ്രതി ഒന്നാം പ്രതി തന്നെയാണ്, സംശയമില്ല. പക്ഷെ അത് മറച്ചിട്ടുള്ള മറ്റാരുണ്ടെങ്കിലും അവരൊക്കെ പ്രതിയാകും, അത് സ്വാഭാവികം. അങ്ങനെയാണ് കേസ്. ഈ മാതാവ് ഇരുചവി അറിയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ആ മാതാവിന്റെ കാര്യം പോലീസിനെ അവരെ അറിയിച്ചു. സ്വാഭാവികമായും മാതാവിന്റെ കാര്യം അറിയാം, മാതാവിന് ഈ വിഷയം അറിയാം. അതുകൊണ്ട് അവരെ പ്രതിയാക്കി, രണ്ടാം പ്രതിയാക്കി എടുത്തു. അതായത് മകളെ പീഡിപ്പിച്ച ആൾ ഒന്നാം പ്രതിയും ഈ ഇത് മറച്ചു വെച്ചു എന്ന് കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ പോക്സോ കേസിൽ രണ്ടാം പ്രതിയും. ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. സത്യത്തിൽ ഇത് ജനം എന്താ ധരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ വേണ്ടി അമ്മ ഒത്താശ ചെയ്തു കൊടുത്തു എന്നായിരിക്കും ഒരുപക്ഷെ ജനം പ്രചരിക്കുന്നത്. വാർത്തകൾ അങ്ങനെയൊക്കെയാണ് വരിക. ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളും ഒക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിനെ അലമ്പാക്കാൻ പറ്റും, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ അവസ്ഥ അതാണ്. ഇത്തരത്തിൽ ആരെങ്കിലും ഒരു ഇന്റിമേഷൻ കിട്ടുമ്പോൾ, ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ആ വിവരം നമ്മൾ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കാം. അത് പോലീസിന്റെ ലെവൽ. പിന്നെ എന്തുകൊണ്ടാണ് അത് ഹൈക്കോടതി റദ്ദാക്കിയത്, ആ പോക്സോ റദ്ദാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസിന്റെ റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരും നോക്കാറില്ല, അതിന് വാല്യൂയില്ല. അവിടെ ഹാജരാക്കുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അവിടെ വിധി പറയുന്നത്. അത് കോടതിയിൽ അതാണ്. ഇവിടെ പോലീസ് തയ്യാറാക്കുന്ന FIR-ഓ പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. അവിടെ അതുമേലുള്ള വാദം, ഈ ഇതുമൂലമുള്ള വാദം, ആ വാദഗതികൾ, ഹാജരാക്കുന്ന തെളിവുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയും. അവിടെ ഈ ഇവരുടെ വസ്തുത കൃത്യമായി അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് അവരെ പോക്സോ കേസിൽ നിന്ന് വിമുക്തമാക്കി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ള ഒരു ധാരണ ഇല്ലാതെ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളും അത് ഉപനിയമങ്ങൾ വെച്ചുകൊണ്ട് അതിനെ പരിരക്ഷിക്കാത്ത സംവിധാനവുമാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് എൻ്റെ ആദ്യത്തെ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു കാരണവശാലും നിയമത്തെ ധിക്കരിച്ചതല്ല. നിയമം ജനനന്മയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഏറ്റവും അധികം പതിയിരിക്കുന്ന കുറെ അപകടങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ സമാധാനത്തോടെ ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, ആ പെൺകുട്ടി പ്രസവിക്കും, അത് കുടുംബപരമായിട്ട് ജീവിക്കും, 2 കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഇല്ല, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ കേസ്, സുഖമായിട്ട് ജീവിക്കും. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ അത് കലക്കിയേ പറ്റൂ, അതാണ് നിയമം. അത്തരം നിയമങ്ങൾക്കൊക്കെ ആ സാഹചര്യം അനുസരിച്ച് ചില ഇളവുകൾ കൊടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി വരണം. അല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. ഇവിടെ തുല്യ നിയമം, തുല്യനീതിയൊക്കെ വെക്കുമ്പോൾ അവിടെ സ്ത്രീപക്ഷ നിയമങ്ങൾ മാത്രം മാറി സ്ത്രീകൾക്ക് മാത്രമായി കൂടുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കൊലപാതകങ്ങൾ ഉണ്ടായി വരുന്നത്. പുരുഷൻ അവന്റെ രക്ഷ നീതിപീഠത്തിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ സ്വന്തം നീതി സ്വയമായി എങ്ങ് നടപ്പിലാക്കും. അതും അപകടമാണ്. പക്ഷെ അതിന്റെ കാരണവും നിയമമാണ്. ഇവിടെ നമ്മൾ എന്ത് കാര്യവും വിമർശിക്കുന്നതിന് മുമ്പ്, പോലീസ് എന്ത് ചെയ്യണമായിരുന്നു എന്ന് അവരോട് പറയുന്നതിന് മുമ്പ് നിയമം എന്തായിരുന്നു എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അതുകൊണ്ട് പോക്സോ കേസ് ആയിക്കട്ടെ, അതുപോലുള്ള കേസുകൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ഏതെങ്കിലും അധികാരികളെ അറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. അത് മറ്റുള്ളവരെ കുടുംബം കലങ്ങുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിപ്പോകുന്നോ, ഇനി അവർ ആത്മഹത്യ ചെയ്യുന്നോ, എന്ത് ചെയ്താലും അതൊന്നും തൽക്കാലം നമുക്ക് നോക്കാൻ പറ്റൂല. എനിക്ക് എന്റെ തടിയാണ് വലുത്, അതെനിക്ക് ചെയ്തേ പറ്റൂ എന്ന നിലയിൽ ചിന്തിക്കാനാണ് ഈ നിയമം, പോക്സോ നിയമം നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ജീവിക്കുക, പ്രവർത്തിക്കുക, നിയമം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക.